നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPMന്റെ ജീവൻ രക്ഷാ പ്രവർത്തകരായ DYFIക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും തെരുവിലിപ്പോൾ നേർക്ക് നേർ നിൽക്കുകയാണ്. ആ നേർക്ക് നേരിലൂടെ ഇപ്പോൾ പഴയ രണ്ട് ബദ്ധവൈരികൾ നേർക്ക് നേർ വന്നിരിക്കുകയാണ്. കാരണഭൂതനും അതുപോലെ തന്നെ കെ സുധാകരനും കാരണഭൂതനും ഒരിക്കലും മുഖാമുഖം കണ്ടാൽ പോലും പരിചയഭാവം പോലും നടിക്കത്തില്ല. ആലുവ മണപ്പുറത്ത് വെച്ച കണ്ട ഭാവം പോലും ഉണ്ടാകില്ല. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരാർജവമുണ്ട്, പറയുന്നതിനകത്തൊരു തൻ്റെടുത്തമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണിപ്പോൾ സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ കോൺഗ്രസിൽ പറയുന്നവർ ആരും ഉണ്ടാകില്ല, അത്യപൂർവമാണ്. ആ അപൂർവതയിൽ ഒരാളാണ് സുധാകരൻ. അടിച്ചാൽ തിരിച്ചടിക്കും. താൻ ആരാടാ എന്ന് ചോദിച്ചാൽ തിരികെ അങ്ങോട്ട് ചോദിക്കാനുള്ള ആർജവവും സുധാകരനുണ്ട്. ഇനി അങ്ങോട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും എന്നാണ് പറയുന്നത്. കാരണം കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഇവരുടെ ജീവൻ രക്ഷാ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും തല്ലിച്ചതയ്ക്കുകയുണ്ടായി. ഇപ്പോഴിത് തിരുവനന്തപുരത്ത് ആ തെക്കോട്ടെടുത്ത യാത്ര ഇങ്ങെത്തിയപ്പോൾ അതിന് സമാപിക്കുന്നതിന് മുമ്പ് തന്നെ പകരം വീട്ടുക എന്നുള്ള ഒരു നയത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. പിണറായി വിജയൻ്റെ ജൽപ്പനങ്ങൾക്കുള്ള മറുപടി 23-ാം തീയതി, അതായത് നാളെ DGP ഓഫീസ് മാർച്ചിൽ തരാം എന്നാണ് സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പിണറായി വിജയൻ, താങ്കളുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിൻ്റെ മണ്ണിൽ തന്നെ കുഴിച്ചു മൂടാൻ അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ലായിരുന്നു. താങ്കളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ടുകളഞ്ഞതാണ്. ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ കരുത്ത് കാണിക്കാൻ ഒരുപാടധികം ഞങ്ങളെ നിർബന്ധിക്കരുത്. അവസാനത്തെ കനൽ തരിയും ചാരമായി പോകും എന്നാണ് സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിൻ്റെ പൂർണ്ണരൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും. പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഇറങ്ങിയ പ്രതിപക്ഷ നേതാവിനെ കേസെടുത്ത് ഭയപ്പെടുത്താമെന്നത് വെറും അതിമോഹമാണ്. ഏതറ്റം വരെ പോയി അദ്ദേഹത്തെ സംരക്ഷിക്കും. കേരളത്തിൽ മാത്രമുള്ളൊരു ഈർക്കിലി പാർട്ടിയുടെ തെരുവ് ഗുണ്ടകളായ നേതാക്കൾ നടത്തുന്ന ബാലിശമായ വെല്ലുവിളികളും ഞങ്ങൾ കേട്ടു. ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ കരുത്ത് കാണിക്കാൻ ഒരുപാടധികം ഞങ്ങളെ നിർബന്ധിക്കരുത്. അവസാനത്തെ കനൽ തരിയും ചാരമായി പോകും. പിണറായി വിജയൻ്റെ ജൽപ്പനങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ തന്നിരിക്കും എന്നാണ് സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.